ഇതൊക്കെ ഈ വെയിലത്തും നല്ലതുപോലെ പൂക്കുന്നതിൻ്റെ രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ചെടികൾ വാങ്ങിക്കൊണ്ട് വെച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടി കെയറും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് നിറയെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാൻ പറ്റും. അതായത് മുറ്റം നിറയെ നമുക്ക് ചെടികൾ പൂക്കളാൽ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെടികൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിന് അവിടെയുള്ള ഒരു വെതർ നോക്കണം. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും, ചൂടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ചെടികൾ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ക്ലൈമറ്റിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം നല്ലപോലെ നിൽക്കുന്ന ചില ചെടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപേഷ്യൻസ് ഏത് സമയത്ത്, ഈ ചൂട് കാലത്തും നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതുപോലെ പൂക്കുന്ന ചെടിയാണ്. ഒരുപാട് കെയർ വേണ്ട. പക്ഷെങ്കിൽ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുകയും അതിൻ്റെ ചുവട്ടിലൊരു തണലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും നിറയെ പൂക്കളായിരിക്കും, കാണാനും നല്ല ഭംഗിയുള്ള ചെടിയാണത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഉണക്കുക, നല്ല വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ച് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. അത് പൂക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ടയുടെ തോട് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലാണ് ഞാൻ ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ടയുടെ തോടും പിന്നെ നമ്മൾ പുഴുങ്ങുമ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അത് കളയത്തില്ല. അതും പിന്നെ പഴവും, അതായത് ഒരുപാടങ്ങ് പഴുത്തു പോയ പഴം നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ, അതും ഇതിൻ്റെ കൂടെ ഇട്ട് ഇതേപോലെ നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് നമ്മൾ കുറേ വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് അരിച്ചെടുത്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. ഈ രണ്ട് രീതിയിലും ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ എപ്പോഴും പൂക്കാൻ വേണ്ടി ആവശ്യമുള്ളത് പൊട്ടാഷ്യം വേണം, അതുപോലെ തന്നെ ഫോസ്ഫറസ് വേണം, അതേ രീതിയിൽ തന്നെ നൈട്രജൻ വേണം. ഇത് മൂന്നും ഒരേ അനുപാതത്തിൽ ചെടികൾക്ക് കിട്ടിയാൽ മാത്രമേ ചെടികൾ നല്ലതുപോലെ പൂക്കത്തുള്ളൂ. അതായത് നമ്മുടെ ചെടികൾക്ക് പൂക്കാൻ വേണ്ടിയിട്ട് NPK നല്ല രീതിയിൽ ആവശ്യമാണ്. NPK നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാഷ്യം. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ല വേരിന് നല്ല ബലം കൊടുക്കാനും വേര് പടരാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഫോസ്ഫറസ്. അതുപോലെ തന്നെ നല്ല തണ്ട്, റോസിനൊക്കെ തണ്ട് നല്ല ശക്തിയായിട്ട് വന്നാലേ പൂക്കളും അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ പൊട്ടാഷ്യം ഒരു കീ ന്യൂട്രിയൻ്റ് തന്നെയാണ് ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരുപാട് ന്യൂട്രിയൻസ് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് വീട്ടമ്മമാർക്കും ഒരു ചിലവും ഇല്ലാതെ നല്ലൊരു പൂന്തോട്ടം മാനേജ് ചെയ്യാൻ പറ്റും. കാരണം വീട്ടിലുള്ള വേസ്റ്റും കാര്യങ്ങളും മാത്രം മതി, അല്ലെങ്കിൽ കമ്പോസ്റ്റിൽ ഇതൊക്കെ നമുക്കിടാം. അങ്ങനെ നമുക്ക് നല്ല ഒരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ചെടികളുടെ ഇലകൾക്ക് നല്ല കളർ കൊടുക്കാൻ സഹായിക്കുന്നതാണ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ വളങ്ങളും വളരെ അത്യാവശ്യപ്പെടുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് പൊട്ടാഷ്യം മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇതെന്താണെന്നറിയാമോ, ഞാൻ ചെടികൾക്കൊരു മൾച്ചിങ് കൊടുത്തതാണ്. അത് നമുക്ക് തടികളുടെ തൊലിയോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെ ഉപയോഗിച്ച് ഈ ചൂട് കാലത്ത് ചെടിയുടെ വേരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മണ്ണ് പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുന്ന ചെടികളാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് ആ ചട്ടിയിൽ തന്നെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടി, മീൻസ് മണ്ണിനൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മുടെ മരമെല്ലാം വെട്ടിയതുണ്ടെങ്കിൽ അതിൻ്റെ തോല് ഇങ്ങനെ വെച്ച് കൊടുക്കാം, പിന്നെ തൊണ്ട് വെച്ച് കൊടുക്കാം, പിന്നെ കരിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചുവട്ടിൽ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള ചെടിയുടെ ചുറ്റും ഈ ചൂട് കാലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മണ്ണിന് നല്ലൊരു തണുപ്പും കിട്ടും, ചെടികൾ നല്ല രീതിയിൽ ഉണങ്ങാതെ നിൽക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമുക്ക് ഒന്നിടവിട്ടൊക്കെ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം ഒഴിക്കുന്ന വെള്ളം അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോകത്തില്ല, അതിൽ തന്നെ നമുക്ക് റിട്ടൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും വെള്ളം. അതേപോലെ തന്നെ ഇത് നല്ലൊരു ചെടി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ക്ലോറോഫിലുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓക്സിജൻ തരുന്നൊരു ചെടിയാണ്. ഇത് നമുക്ക് ഇൻഡോറിലും വെക്കാൻ പറ്റും, അതേപോലെ തന്നെ ഔട്ട്ഡോറും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്.
പിന്നെ ഒരു കാര്യം, നമ്മൾ ഫെർട്ടിലൈസർ ഒന്നുകിൽ ഗ്രാനുലാർ ഫെർട്ടിലൈസർ കൊടുക്കും, പിന്നെ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ അത്ര എഫക്റ്റീവായിട്ട് തോന്നും, ഇൻഎഫക്റ്റീവായിട്ട് തോന്നും. അത് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന ഒരിക്കലും മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല കാറ്റുള്ള സമയങ്ങളിലൊന്നും ഈ ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യരുത്. അപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒലിച്ച് അത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാറ്റുള്ള സമയത്താണെങ്കിലും അത് ഒഴിക്കരുത് എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ NPK ഒക്കെ നമ്മൾ ഒരു നുള്ളായിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ DAP ഇതുപോലുള്ള ഫെർട്ടിലൈസർ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ ഒരിക്കലും ഈ ഫെർട്ടിലൈസർ, അതായത് ഗ്രാനുലാർ രൂപത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊണ്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ണ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. നമ്മൾ വെള്ളം എത്ര ഒഴിച്ചു എന്ന് പറഞ്ഞാലും ഈ കൊടും ചൂടിനെ അത് അങ്ങോട്ട് തടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് മിക്കപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്രിസ്റ്റൽ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രാനുലാർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെടി. ഇല്ലെങ്കിൽ നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഉണക്കി ഇടാൻ പറ്റിയത്, അതായത് ചെടിയുടെ ചുവട്ടിൽ തണുപ്പും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറുമായിട്ടുള്ളൊരു കാര്യമാണ് ഉള്ളിയുടെ തോലും അതേപോലെ തന്നെ നമ്മുടെ ഈ ചായ ഇട്ടതിന് ശേഷമുള്ള മട്ടും. ഇത് രണ്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരു മുറത്തിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് ഉണക്കും, അതായത് വെയിലത്ത് വെച്ച്. ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്താണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഉണക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് വളരെ, കാരണം ചെടിക്ക് ചട്ടിയിൽ അത്രയ്ക്ക് ചൂടാണ്. കാരണം എബോവ് 40 ഡിഗ്രി ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ ചൂട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ അതേപോലെ നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കും. കാരണം അത്രയ്ക്ക് ചൂടായതുകൊണ്ട് കമ്പൽസറി ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ, അതായത് ചട്ടിയിലിരിക്കുന്ന ചെടികൾക്കെല്ലാം നമ്മൾ മൾച്ചിങ് കൊടുക്കണം. അതായത് കരിയിലയിട്ട് നല്ല പുത കൊടുക്കണമെന്ന് പറയും, പുതയിട്ട് കൊടുക്കണം. ഇല്ല എങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതായത് അത്രയ്ക്ക് വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഈ ഒരു നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ളിയുടെ തോലിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ഗ്രാജുവലി അത് മണ്ണിലേക്ക് ചെല്ലും. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. ഈ രീതിയിൽ ഉണക്കി നിങ്ങൾ ഏതെങ്കിലും ഫെർട്ടിലൈസർ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ മൾച്ചിങ് ചെയ്യാൻ പറ്റിയ ഇലകൾ, ഈ നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഒത്തിരി നല്ലതാണ് ചെടിയുടെ ചുവട്ടിൽ തണുപ്പിനായിട്ട് ഇട്ട് കൊടുക്കാൻ. വേറെ അതുപോലുള്ള ഇലകൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. പലർക്കും അറിയാമായിരിക്കും ഇത് എള്ളുണ്ടയോ അരിയുണ്ടയോ ഒന്നുമല്ല. ഇത് ഒരു തെലുഗു സ്റ്റൈലിൽ നമ്മൾ കടുക് വറക്കാൻ തന്നെ നമ്മളെപ്പോഴും ഈ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം നമ്മൾ അരിഞ്ഞല്ല ഇടാറുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെളുത്തുള്ളി, അതേപോലെ തന്നെ ചുവന്നുള്ളി, ഉഴുന്ന്, കടുക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മെയിനായിട്ട് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെയുള്ളതെല്ലാം കൂടെ, അതേപോലെ തന്നെ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇതെല്ലാം കൂടെ ചതച്ച് അതിൻ്റെ നീര് അങ്ങ് മാറ്റിയിട്ട് അതെടുത്തിട്ട് കടുക് ഇതെല്ലാം കൂടെ ചതച്ച് ബോൾ പരുവത്തിലാകും. നമുക്ക് കടുക് വറുക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം ബോൾ പരുവത്തിലാക്കി ഉണക്കി വെക്കും. ഇത് പഴയ ഗ്രാൻഡ് മദേഴ്സൊക്കെ തെലുഗു ആന്ധ്രയിലൊക്കെ ഉള്ളവർ ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അത് ഉരുട്ടി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഒരു ബോക്സിലിട്ട് അടച്ചെയർ ടൈറ്റ് ബോക്സിലാക്കി വെക്കും. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോൾ എടുത്ത് എണ്ണയ്ക്കകത്ത് ഇട്ടാൽ മതി, കടുക് വറുത്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൺസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതിന് വടിയാലു എന്നൊക്കെയാണ് കന്നഡയിൽ, അല്ലെങ്കിൽ നോട്ട് കന്നഡ, ഇൻ തെലുഗുവിൽ പറയുന്നത്. അപ്പോൾ അതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിന്ന് റെസിപ്പീസൊക്കെ ആണല്ലോ പറയുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പ് കിട്ടിയപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ. ആ വടിയാലും അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതൊരു ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പിയാണ്. നമ്മുടെ വളരെ പ്രായമുള്ള പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഞാനിത് കണ്ടിട്ടില്ല ആരും ഉണ്ടാക്കുന്നതായിട്ട്. ഞാൻ മെയിനായിട്ട് ആന്ധ്രയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതെനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ വീഡിയോയിൽ കുറച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. നിങ്ങൾക്ക് പുതിയ ഫെർട്ടിലൈസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചെമ്പരത്തിയൊക്കെ നല്ലപോലെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ സമയത്ത് ഈ വെയിൽ ചൂടുള്ള സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് മണ്ണൊക്കെ എപ്പോഴും നനച്ച് വെക്കണം. ഇല്ലെങ്കിൽ എല്ലാം ഉണങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്തൊക്കെ കെയറാണ് ചെടികൾക്ക് കൊടുക്കാറുള്ളത്? ഈ ചൂടുള്ള സമയത്ത് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള ഫെർട്ടിലൈസർ എന്തൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? നല്ലപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഇൻഡോറിൽ AC ഒക്കെ ഉള്ളതുകൊണ്ട് ചെടികൾ ഇൻഡോറിൽ നല്ല ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇപ്പം നല്ലതുപോലെ അത് നിൽക്കുന്നത്. അതേപോലെ തന്നെ മാവ് ഒക്കെ എസ്പെഷ്യലി ഇപ്പം ഈ ഒരു സമയത്ത് നല്ലപോലെ കായ്ച്ച് നിൽക്കുകയാണ്. അതേപോലെ ഇടയ്ക്ക് വേനൽ മഴ വരുമ്പോൾ അതിന് പൂക്കളെല്ലാം പോയതുകൊണ്ട് പക്ഷേക്ക് എന്നാൽ കുറച്ചൊക്കെ കായ്ച്ചും കിട്ടിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ മാവ് കായ്ച്ച് കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തിയുടെയൊക്കെ പൂവിൻ്റെയൊക്കെ കളർ കണ്ടോ? അത് മെയിനായിട്ട് പൂവിന് കളർ വരാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്സം സോൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഏറ്റവും നല്ലതാണ്. പൂക്കൾ നിറയെ ഉണ്ടാകുകയും ചെയ്യും. ഉണ്ടാകുന്ന പൂക്കൾക്ക് മാത്രമല്ല നമ്മുടെ തക്കാളിക്കൊക്കെ നല്ല കളർ കൊടുക്കാനും പഴങ്ങൾക്ക് നല്ല ടേസ്റ്റ് തരാനും ഈ എപ്സം സോൾട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എപ്സം സോൾട്ട് ഓരോ നുള്ളൊക്കെ ചെടികൾക്ക് കൊടുക്കുന്നു. വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.